തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് തൊഴിലാളികൾ ഇന്നലെ രാത്രി മുതൽ നടത്തിവന്ന സമരം പിൻവലിച്ചു. അന്താരാഷ്ട്ര സർവീസുകൾ ഉൾപ്പെടെ താളം തെറ്റിയതോടെ സെൻട്രൽ ലേബർ കമ്മീഷൻ വിളിച്ചുകൂട്ടിയ ഒത്തുതീർപ്പ് ചർച്ചയിൽ ശമ്പളവും ബോണസും വർദ്ധിപ്പിക്കാൻ എയർ ഇന്ത്യ സാറ്റ്സ് സമ്മതിച്ചതോടെയാണ് ഉച്ചയ്ക്ക് 3 മണിയോടെ സമരം അവസാനിപ്പിച്ചത്. ലഗേജുകൾ കിട്ടാൻ മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പ്, 1 മണിക്കൂറിലേറെ വൈകി വിദേശത്തേക്കുള്ള വിമാനങ്ങളുടെ യാത്ര, കാർഗോ വഴി കയറ്റുമതി സ്തംഭനം. സമരം വിമാനത്താവള നടത്തിപ്പിനെ ഗുരുതരമാക്കുന്നത് കണ്ടതോടെയാണ് സെൻട്രൽ ലേബർ കമ്മീഷണർ ഒത്തുതീർപ്പ് ചർച്ചയ്ക്കിറങ്ങിയത്. ശമ്പള പരിഷ്കരണം, ബോണസ് വർധന എന്നിവയെ ആവശ്യപ്പെട്ട് BMS, CITU, INTUC എന്നീ യൂണിയനുകൾ കഴിഞ്ഞ 6 മാസമായി എയർ ഇന്ത്യ സാറ്റ്സ് മാനേജ്മെന്റുമായി ചർച്ച നടത്തി വരികയായിരുന്നു. ഇന്നലെ നടന്ന അവസാനവട്ട ചർച്ചയും പരാജയപ്പെട്ടതോടെയാണ് രാത്രി 10 മണിയോടെ സമരം തുടങ്ങിയത്. വിമാനത്താവളത്തിനുള്ളിലെ ഓഫീസിൽ നടന്ന ചർച്ചയിൽ തൊഴിലാളികളുടെ മുഴുവൻ ആവശ്യങ്ങളും മാനേജ്മെന്റ് അംഗീകരിച്ചു. ലോഡിംഗ് തൊഴിലാളികൾക്ക് 20%, പുഷ് ബാക്ക് ഓപ്പറേറ്റേഴ്സിന് 10% ശമ്പളം വർദ്ധിക്കും. ബോണസിൽ 1000 രൂപയുടെ വർധനയാണ് നടപ്പാക്കിയത്. ബോണസിന്റെ കാര്യത്തിലും മാനേജ്മെന്റ് വർദ്ധിപ്പിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞിരുന്നു. അത് ഇന്നലെ രാത്രി സമരം ആരംഭിച്ച സമയത്ത് അവരൊരു മെസ്സഞ്ചർ അയച്ചതുവഴി ഞങ്ങൾ നിർദ്ദേശിച്ച 1000 രൂപയുടെ വർധനവ് 17,000 കഴിഞ്ഞ വർഷം കൊടുത്തു. അതിനോടൊപ്പം 1000 കൂട്ടി 18,000 എന്ന തരത്തിൽ ഇപ്പോൾ എഗ്രിമെന്റ് ഒപ്പുവെച്ചു. കാർഗോ വഴിയുള്ള 23 കോടി രൂപയുടെ ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ കയറ്റുമതിയെയും സമരം ബാധിച്ചിരുന്നു. ജനം, തിരുവനന്തപുരം.